everyone, welcome back to Cooking with Mummy. അപ്പോൾ നമ്മുടെ ഹോളി സ്പെഷ്യൽ റെയിൻബോ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ്ലി നമ്മുടെ റെയിൻബോ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 400 ഗ്രാംസ് മാർജറിൻ മെഷർ ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 400 ഗ്രാംസ് കാസ്റ്റർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ബട്ടറും ഷുഗറും നൈസായിട്ട് ക്രീം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് 400 ഗ്രാംസ് സെൽഫ് റൈസിങ് ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഹാഫ് ഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് 3 ബീറ്റൻ എഗ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഈസിയർ ആക്കും നമുക്ക് ആ ഫ്ലവർ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് ആദ്യ ഹാഫ് ഓഫ് ഫ്ലവറും കൂടെ സിവ് ചെയ്ത് കൊടുക്കാം. ദെൻ ഓൾസോ another 3 ബീറ്റൻ എഗ്സും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇനി അത് മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ നല്ലതായിട്ട് അതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് 60 ml മിൽക്കും കൂടെ ആഡ് ചെയ്യാം. ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് 3 ടീസ്പൂൺസ് വനില എക്സ്ട്രാക്റ്റും കൂടി ആഡ് ചെയ്യാം. ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ റെയിൻബോ കേക്കിന് വേണ്ടി നമുക്ക് ഈ കേക്ക് ബാറ്റർ 6 ഈക്വൽ പാർട്സിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഫസ്റ്റ് നമുക്ക് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 3 സ്പഞ്ചസ് ബേക്ക് ചെയ്തിട്ട് ബാക്കി 3 സ്പഞ്ചസ് പിന്നെ ബേക്ക് ചെയ്യാം. അപ്പോൾ ഈ ഹാഫ് ബാറ്റർ എടുത്ത് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സോ ഞാൻ ആ ഹാഫ് ബാറ്റർ എടുത്ത് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കളേഴ്സ് യെല്ലോ, റെഡ് ആൻഡ് ഓറഞ്ച് ആണ്. ഇനി അതിൻ്റെ ഫുഡ് കളറിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഫസ്റ്റ് വൺ യെല്ലോ. സോ യെല്ലോ ആഡ് ചെയ്തു, ഓറഞ്ച് and red. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. സോ ഞാൻ ആ 3 കളേഴ്സ് നൈസായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, യെല്ലോ, റെഡ് ആൻഡ് ഓറഞ്ച്. ഇനി നമുക്കത് ബേക്കിംഗ് ട്രേയിലോട്ട് നമുക്ക് മാറ്റാം. ഞാൻ ആ 3 കളേഴ്സ് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാം. സോ നമ്മുടെ 3 കളേഴ്സ് ഞാൻ 3 ബേക്കിംഗ് ട്രേയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 12 to 15 മിനിറ്റ്സിലോട്ട് പ്രീ ഹീറ്റഡ് ഓവനിലോട്ട് ആഡ് ചെയ്യാം. ഓവൻ്റെ ഡിഗ്രി 180 ഡിഗ്രീസ് ആണ്. ഇനി ഇത് വെച്ച് കൊടുത്ത് നമുക്കൊരു 12 to 15 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ അതർ 3 സ്പഞ്ച് കളേഴ്സ് റെഡിയാക്കാം. ഇനി ആ റിമൈനിങ് ഹാഫ് ബാറ്റർ നമുക്ക് ഒന്നും കൂടെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈ 3 പാത്രത്തിലാക്കാം. ഞാൻ ആ റിമൈനിങ് ഹാഫ് കേക്ക് ബാറ്റർ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത 3 സ്പഞ്ചസിനോളെ ഇത് പ്രിപ്പയർ ചെയ്യാം. ഈ 3 കളേഴ്സാണ് ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്, ഗ്രീൻ, ബ്ലൂ ആൻഡ് പേർപ്പിൾ. ഇനി അത് ആഡ് ചെയ്ത് കൊടുക്കാം ഈച്ച് ഇതിനകത്തോട്ട്. സോ പേർപ്പിൾ, ഗ്രീൻ ആൻഡ് ബ്ലൂ. സോ ഇനി ഇത് 3ഉം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ കളേഴ്സ് നൈസായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3 ബേക്കിംഗ് ട്രേയിലോട്ട് ആക്കാം. എന്നിട്ട് ഇത് 15 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. വൺസ് അഗൈൻ 180 ഡിഗ്രീസ് 15 മിനിറ്റ്സ്. ഇനി ബേക്കിംഗ് ട്രേയിലോട്ട് ആക്കാം. സോ ഞാൻ ആ 3 കളേഴ്സ് 3 ബേക്കിംഗ് ട്രേസിലാക്കിയിട്ടുണ്ട്. ഇനി ഞാനത് 15 മിനിറ്റ്സ് ഓവനിൽ ബേക്ക് ചെയ്യാൻ പോവാണ് അറ്റ് 180 ഡിഗ്രീസ്. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. സോ നമ്മുടെ 6 സ്പഞ്ചസും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാൻ പോവാണ്. സോ ഫസ്റ്റ്ലി ക്രീം ചീസ്, ഞാൻ ഫിലഡൽഫിയ ഒറിജിനൽ ക്രീം ചീസാണ് യൂസ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 340 ഗ്രാംസ് ഉണ്ട്. ക്രീം ചീസ് ഞാൻ ആ ബൗളിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 250 ഗ്രാംസ് അൺസാൾട്ടഡ് ബട്ടർ ആഡ് ചെയ്യണം. ഇതിന് ബട്ടർ തന്നെ യൂസ് ചെയ്യണം, നോ മാരിനേഷൻ. ഇനി ഇത് രണ്ടും കൂടെ നൈസായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ നല്ലപോലെ ആ ബട്ടറും ക്രീം ചീസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഐസിങ് ഷുഗർ സിവ് ചെയ്ത് ആഡ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ 700 ഗ്രാംസ് ആണ് എടുത്തേക്കുന്നത്. അതിന് സ്ലോലി സിവ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ ഞാൻ ആ ഹാഫ് ഐസിങ് ഷുഗർ ഇതിനകത്തോട്ട് സിവ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ റെസ്റ്റ് ആയിട്ടുള്ള ഐസിങ് ഷുഗറിന് സിവ് ചെയ്ത് ഐസിങ് റെഡി ആക്കിയിട്ടുണ്ട്, ഫ്രോസ്റ്റിംഗ്. സോ ഇറ്റ്സ് നല്ലതായിട്ട് ഒരു സ്മൂത്ത് ആയിട്ടിരിക്കണം. പിന്നെ നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പം അത് നല്ലതായിട്ട് സെറ്റായി വരും. സോ ഇനി നമുക്ക് നമ്മുടെ സ്പഞ്ചസിലോട്ട് ഈ ഫ്രോസ്റ്റിംഗ് ആഡ് ചെയ്ത് നമുക്ക് ലെയർ ചെയ്യാം. നമ്മുടെ 6 സ്പഞ്ചസ്, നമുക്ക് റെഡ്, യെല്ലോ, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ ആൻഡ് പേർപ്പിൾ. ഇനി നമുക്ക് ഈ കേക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ വെച്ച് നല്ല രസമായിട്ട് ലെയർ ചെയ്തെടുക്കാം. സോ ഇനി നമ്മുടെ ഈ കേക്ക് ലെയർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഒരു ടൈനി പോട്ട് ഫ്രോസ്റ്റിംഗ് ഇതിന് മിഡിലിൽ വന്നേക്കാം. ഇത് കേക്ക് സ്ലിപ്പ് ഓഫ് ചെയ്യാതിരിക്കാനാണ്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് കേക്ക് വെക്കാം. സോ ഞാൻ ഫസ്റ്റ് വെക്കാൻ പോകുന്നത് പേർപ്പിൾ ആണ്. അതിപ്പോൾ പേർപ്പിൾ ഞാൻ അവിടെ വെക്കാൻ പോകണം. ഇനി അത് പേർപ്പിളിൻ്റെ മുകളിലോട്ട് ഒരു തിൻ ലെയർ ഓഫ് ഫ്രോസ്റ്റിംഗ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ബ്ലൂ ആണ്. ഇപ്പം ബ്ലൂ വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ. അപ്പം ഗ്രീൻ പ്ലേസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു തിൻ ലെയർ ഓഫ് ഫ്രോസ്റ്റിംഗ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് യെല്ലോ. ഇനി അതിൻ്റെ മുകളിലോട്ട് ഒരു സ്മോൾ ലെയർ ഓഫ് ഫ്രോസ്റ്റിംഗ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഓറഞ്ച്. ഓൾസോ ഒരു സ്മോൾ ലെയർ ഓഫ് ഫ്രോസ്റ്റിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ്ലി റെഡ്. നൗ നമുക്കിനി ഹോൾ കേക്ക് ഫ്രോസ്റ്റിംഗ് വെച്ച് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ ഫ്രോസ്റ്റിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾ അറൗണ്ട് ദി കേക്ക്. ഇനി അത് 1 hour റിഫ്രിജറേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കി ആകെയൊക്കെ എങ്ങനെ ഇരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.